നെല്ല് സംഭരണത്തിലെ ക്രമക്കേട് കണ്ടെത്തിയ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. ചിറ്റൂർ പാടി മാർക്കറ്റിംഗ് ഓഫീസർ ജഗന്നാഥനെയാണ് സ്ഥലം മാറ്റിയത്. മില്ലുകളിലെ പരിശോധനയിൽ റേഷനറി കണ്ടെത്തുകയും സപ്ലൈകോയ്ക്ക് നൽകാനുള്ള അരിയിൽ റേഷനറി കണ്ടെത്തുകയും ചെയ്ത ഉദ്യോഗസ്ഥനെയാണ് സ്ഥലം മാറ്റിയത്. ഈ ഉദ്യോഗസ്ഥന് ഒരു ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. അതായത് ഒരു മില്ലിൽ അദ്ദേഹം പല മില്ലുകളിലും ഒരു ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ഒന്ന് പ്രധാനമായും ഈ സപ്ലൈകോയ്ക്ക് നൽകാനുള്ള അരികളിൽ അതിൽ റേഷനരി ഉൾപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ഈ മില്ലുകളിലൊക്കെ തന്നെ കൂടുതൽ റേഷനരി കണ്ടെത്തുക. ഇത് രണ്ടുമാണ് ഈ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് 16-ാം തീയതി ഇദ്ദേഹം നൽകുന്നു. പക്ഷേ 19-ാം തീയതി വരുന്നത് ഇദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ്. 19-ാം തീയതി ഇദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ പ്രധാന ആരോപണമായി ഉയർന്നു വരുന്നത് ഈ മില്ലുടമകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉയരുന്നുണ്ട്. സാധാരണ ഈ രണ്ടാം വിള നെല്ല് അത് കൊയ്ത് കഴിയാതെ ഇത്തരത്തിലുള്ള ഓഫീസർമാരെ ഇത്തരത്തിലുള്ള മാനേജർ ഓഫീസർമാരെ മാറ്റാറില്ല. ഇതൊരു നടപടിക്രമത്തിന്റെ കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്നുള്ളതൊക്കെ അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. കാരണം സാധാരണ ഇത്തരം ഉദ്യോഗസ്ഥർ ഇങ്ങനെ പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള ക്രമക്കേടുകൾ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടത് നേരത്തെയും പലയിടങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടെത്തുകയുണ്ട്. അപ്പോൾ ഒരു പകപോക്കൽ എന്ന നിലയിലാണോ ഈ ഒരു നടപടി വരുന്നത്? എന്താണ് അങ്ങനെ ഒരു വികാരം ഉദ്യോഗസ്ഥർക്കിടയിലും ഉണ്ടോ? ഉദ്യോഗസ്ഥരുടെ ഇടയിലുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ഇത് ഈ മില്ലുടമകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നാണ്. കാരണം എത്ര നെല്ലാണോ സംഭരിക്കുന്നത് അതേ നെല്ല് തന്നെ അരിയാക്കി വേണം സപ്ലൈകോയ്ക്ക് നൽകാൻ. ഇതിൽ ചില ക്രമക്കേടുകൾ കാണുന്നു, ചില മില്ലുകൾ ക്രമക്കേടുകൾ നടത്തുന്നു. അത് കണ്ടെത്തി എന്നുള്ള കാര്യമാണ് വരുന്നത്. അത് കൃത്യമായി നമുക്ക് ആ ഉത്തരവിലെ ഡേറ്റുകൾ പരിശോധിച്ചാൽ അദ്ദേഹം ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത് 16-ാം തീയതിയാണ്. ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ വരുന്നത് 19-ാം തീയതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ മില്ലുടമകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്നുള്ള സംശയമാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടാകുന്നത്. അത് മാത്രമല്ല ഇദ്ദേഹത്തെ മാറ്റിയത് കോഴിക്കോട് പോലുള്ള സ്ഥലത്താണ്. അതായത് പാലക്കാട് എന്ന് പറയുന്നത് വലിയ ഈ നെല്ല് സംഭരണത്തിനൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് താരതമ്യേന അല്പം പ്രാധാന്യം കുറഞ്ഞ കോഴിക്കോട്ടൊക്കെയാണ് ഇദ്ദേഹത്തെ മാറ്റുന്നതെന്നും ഇതിൽ കാണാം.